നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അരുൺ, നീയും കൂടെ കൊടുത്തിട്ട് വേണം അക്കിക്ക് കൊടുക്കാൻ. ശ്യാമേ, ശ്യാമയ്ക്ക് ഇതിനേക്കാൾ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അക്കി, ശ്യാമയ്ക്ക് മധുരം കൊടുക്ക്. ചെല്ലടാ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എല്ലാ ഉയർച്ചയ്ക്കും എന്നും എപ്പോഴും ഞാനുണ്ടാവും, ഉറപ്പ്. എന്റെ അഖിൽ സാർ ഇല്ലെങ്കിൽ പിന്നെ ഈ ശ്യാമ ആരുമല്ല, ആരും. ഹായ് ഗൈസ്, ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ച വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും മികച്ച ഗായിക മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഗായിക ശ്യാമയാണ്. അതെ, ശ്യാമയ്ക്കാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. മോളെ, ഇതെങ്ങനെ ഞാൻ സഹിക്കുക? ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കാനല്ലേ നമുക്കിപ്പോ പറ്റൂ. നമ്മുടെ ദോഷകാലമായി പോയില്ലേ മോളെ. ഇത് കണ്ട് അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല മമ്മി. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യാനാ? ശ്യാമയ്ക്കെതിരെ നമുക്കിപ്പോ ഒന്നും ചെയ്യാനാവില്ല. എല്ലാത്തിനും ക്യാഷ് വേണം മോളെ. നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ 10 പൈസ എടുക്കാനില്ല. തൽക്കാലം എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരിക്കാം. പക്ഷേ എന്നീ അവസ്ഥയിലാക്കിയ ആ ശ്യാമ, അവള് സംസ്ഥാന അവാർഡ് വാങ്ങാൻ പോവാ. അത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല മമ്മി. ഈ ഐശ്വര്യ പറയുന്നേ. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നിന്നെ കൊണ്ട് ഒന്നും ആവില്ല. സമാധാനിക്കും മോളെ, പോട്ടെ. മമ്മി എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. മോളെ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സമയദോഷമാ. വെറുതെ ശ്യാമയ്ക്കെതിരെ ഇപ്പൊ പ്രശ്നത്തിനൊന്നും പോണ്ട. സാക്ഷാൽ കൃഷ്ണൻ അവളുടെ ഒപ്പം ഉള്ളത്. സാക്ഷാൽ കൃഷ്ണൻ അവൾക്കൊപ്പം ഇരുന്നോട്ടെ. എന്നാലും ആ ശ്യാമ ഈ അവാർഡ് വാങ്ങില്ല. മോളെ, ശ്യാമ വാങ്ങും. അവൾ ഇതല്ല ഇനി അവാർഡ് വാങ്ങും. ഇപ്പോ ഭാഗ്യം അവളുടെ കൂടെയാ. എന്നാ മമ്മിക്ക് ഈ വാക്ക് മാറ്റി പറയേണ്ടി വരും. എന്തോ എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. ഞാൻ ഈ വാക്ക് തിരുത്തി പറയിക്കും. ശ്യാമ ഈ അവാർഡ് വാങ്ങില്ല. ഇത് ഞാനാ പറയുന്നേ, ഐശ്വര്യ പറയുന്നേ. വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരെ, ഞാൻ ഇനി അത് പറ്റില്ല. പ്രസംഗം പലതവണ വായിച്ചതാ. ഇനി അതിൽ നോക്കാതെ നേരിട്ട് പ്രസംഗിച്ച് തന്നെ കേൾപ്പിക്കണം.
സാറേ ഒരു തവണ കൂടി ഒന്ന് വായിച്ചു നോക്കട്ടെ. പറ്റില്ല. അത് വേണ്ട, ശരിക്ക് പ്രസംഗിക്ക്, ഞാനത് കേക്കട്ടെ. സാർ അത് പറ്റില്ല. പറ്റും. സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ട് ആ വേദിയിൽ ശരിക്കും പ്രസംഗിക്കാനുള്ളതാ. ഓ പിന്നെ എന്റെ സാറേ ഇപ്പൊ വേണ്ട, ഞാൻ അവിടെ ശരിക്കും പ്രസംഗിച്ചോളാം. ആ വേല മനസ്സിലിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ പ്രസംഗിക്കണം. ആ ശരിയാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയണം. കേക്കട്ടെ. എനിക്ക് വയ്യ സാർ, പ്ലീസ്. പ്രസംഗിക്ക് വേഗം. അത് വേണോ? വേണം. അല്ല ഞാനിനി സാർ ഞാൻ പ്രസംഗിക്കാൻ പോവാ. ആ സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങി എല്ലാവർക്കും നന്ദി പറയുന്ന രീതിയിൽ പ്രസംഗിക്കണം. ഓക്കെ, അപ്പൊ പറയുന്ന കേട്ടോ. ഹലോ ഹലോ. ശ്യാമ, സമയമില്ല, വേഗം. ഞാൻ പ്രസംഗിക്കാൻ പോവാണേ. ഹലോ ഹലോ, മൈക്ക് ചെക്ക്. ഹലോ, ആ ഞാൻ പ്രസംഗിക്കാൻ പോവാ. ഞാൻ ഇവിടെ സ്റ്റേജിൽ പ്രസംഗിക്കാം കേട്ടോ. ശ്യാമ, നിന്നെവിടെ? അടവ് വേണ്ട, ശരിക്കും ഞാൻ തല്ലും. ഓടരുത്, ഓടരുത്, പറയുന്ന കേക്ക്, ഓടരുത്. ഞാനിവിടെ പ്രസംഗിച്ചോളാം. സാർ വേണ്ട. ശ്യാമ, നിക്കവിടെ. ശ്യാമ, ഞാൻ തല്ലും, ഞാൻ സാർ തല്ലും. വേണ്ട. ശ്ശോ. അത് ഞങ്ങള് വെറുതെ. സ്റ്റേറ്റ് അവാർഡിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ആണെന്ന് തോന്നുന്നു. ഐശ്വര്യമായിട്ട് വാങ്ങിക്കോളൂ. ദാ. ആ ശരിയാ, ഇൻവിറ്റേഷൻ ലെറ്ററാ. എന്തായാലും പ്രശസ്തയായ ഗായികയ്ക്ക് അവാർഡിനുള്ള അറിയിപ്പ് തരാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. സന്തോഷം. ശരി മാഡം. ആ സാർ എല്ലാം ഓക്കെ. അപ്പോ ആദ്യഘട്ടം സക്സസ് അല്ലേ ജെയിംസ്? രണ്ടാൾക്കും സംശയമില്ലല്ലോ അല്ലേ? ഇല്ല സാർ, ഒരു സംശയമില്ല. ഞാൻ ശരിക്കും പോസ്റ്റ്മാനാണെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോ നമ്മൾ കൊടുത്ത ഇൻവിറ്റേഷൻ ലെറ്ററിലെ ആ സ്ഥലത്തേക്ക് തന്നെ ശ്യാമ എത്തും അവാർഡ് മേടിക്കാൻ അല്ലേ? അതിന് സംശയമുണ്ടോ സാറേ? ഉറപ്പായിട്ട് ശ്യാമ അവിടെ എത്തും. എത്തട്ടെ, നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച സ്ഥലത്ത് തന്നെ എത്തട്ടെ. പ്രശസ്ത ഗായിക ശ്യാമ, നിന്റെ ഒടുക്കത്തെ വരവാ, അവസാനത്തെ വരവാ അത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.